ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മതി, ഇനി ഞെക്കി അത് ചത്തുപോകും. രാവിലെ തമാശിക്കാൻ നിക്കല്ലേ. ഈ പേസ്റ്റ് ഒരാഴ്ച കൂടി ഞെക്കി തേക്കാവുന്നേ ഉള്ളൂ. ഇനി മുതലേ ഇവിടെ ഒരു നേരം മാത്രം പല്ലേച്ചാ മതി, രാത്രി പല്ലേക്കാൻ നിക്കണ്ട. അച്ഛന്റെ ചെലവിൽ കഴിഞ്ഞപ്പോ 3 നേരവും പല്ലുതേപ്പായിരുന്നല്ലോ. അതൊക്കെ അങ്ങനെ തന്നെ. ജീവിതത്തിൽ ചില നേരങ്ങളിലെ ചില മാറ്റങ്ങൾ വേണ്ടി വരും. ഇനി അതിന് ഉപദ്രവിച്ച അത് പീഡനത്തിന് കേസ് കൊടുക്കും. എടി, ഒരു ഈർക്കിലെടുത്ത് കുത്തിയാലേ 2 നേരം പല്ല് തേക്കാനുള്ളത് ഇതിൽ നിന്ന് കിട്ടും. കണ്ട കണ്ട പ്രകാശേട്ടാ, അത് ഇന്നിവിടെ സദ്യൊരുക്കങ്ങളൊക്കെ ഉണ്ട്. ഇന്നാണോ ഗോകുലിന്റെ ബർത്ത്ഡേ? അങ്ങനെയാണെങ്കിലേ പുറത്തുപോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. സദ്യ ഒരുക്കുന്നതിനേക്കാളും ലാഭം അത് തന്നെയാ. അവന്റെ ബർത്ത്ഡേ മകരത്തിലാ. പിന്നെന്തിന് ഇന്നൊരു സദ്യ? അത് പ്രകാശേട്ടാ, ഇന്നിവിടെ വർഷയും വിക്രമും വന്ദനയും ജഗനും ഒക്കെ വരും. അതിന് പൂജയാണല്ലോ. നമ്മുടെ അടുപ്പ് കത്തിക്കണോ? ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില? ഒരു നേരം കത്തിച്ചില്ലെങ്കിൽ അത്രയും ലാഭോ. മലക്കറിക്കാണെങ്കിൽ ഇപ്പൊ സ്വർണത്തിന്റെ വിലയാ. നീ പറയുന്നതൊക്കെ ശരിയാ. ഗ്യാസ് ഒരു ദിവസം കൂടി നീണ്ടു നിന്നാൽ അത്രയ്ക്ക് നല്ലതാ. സ്വർണം തൂക്കുന്ന ത്രാസ് തന്നെയാ ഇപ്പൊ മലക്കറിക്കാരും തൂക്കാൻ ഉപയോഗിക്കുന്നത്. വിഷം വിൽക്കുന്നവരും രാജാവ് ചമയുന്ന കാലം. അതെ, അതാ ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഒരു വീട്ടിലെ 2 അടുക്കളയാണെന്ന് അറിഞ്ഞ പ്രകാശേട്ടനും കൂടിയല്ലേ അതിന്റെ നാണക്കേട്. ആ വിക്രമും ജഗനും ഒക്കെ പ്രകാശേട്ടനെ കുറിച്ച് എന്ത് കരുതും? ഇന്ന് നമുക്ക് എല്ലാരും ഒരുമിച്ച് സദ്യ കഴിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ അടുക്കള കയറി അമ്മയെ സഹായിച്ചു കൊടുത്താലേ സമയത്തിനെല്ലാം റെഡിയാവൂ. നിക്ക്, നീ ഇന്നെനിക്ക് പച്ചക്കറിയും ഗ്യാസും ഒന്ന് ലാഭിച്ചു തരാൻ നിൽക്കണ്ട. നീ തന്നെ ഒരു പാഴ്ചെലവാ.